ഈ പടിഞ്ഞാറൻ യു പിയിലെ ഗ്രാമങ്ങളിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കരിമ്പാണ്. കരിമ്പ് കൃഷി, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളൊക്കെ. പഞ്ചസാര നിർമ്മാണം വലിയ വലിയ കമ്പനികളാണ്. പക്ഷേ ശർക്കര ഉണ്ടാക്കുന്ന ചെറിയ യൂണിറ്റുകളാണ് ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് കൂടുതലായിട്ട് നേരെ സഹായങ്ങൾ ചെയ്യുന്നത്. ഞാൻ അങ്ങ് നിൽക്കുന്നത് ആ നിലയിൽ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ചെറിയ യൂണിറ്റിന് മുന്നിലാണ്. ഇവിടെ എങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കരിമ്പ് എത്തിക്കഴിഞ്ഞാൽ അത് കുറച്ചൊക്കെ വൃത്തിയാക്കി ഈ മെഷീനിലേക്ക് കടത്തി വിടുന്നു. അത് കഴിഞ്ഞ് ആ കടത്തി വിടുന്നത് വേസ്റ്റ് ഒരു ഭാഗത്തേക്ക് വീഴും. ഈ കരിമ്പിൻ്റെ സത്ത ഒരു തവണ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത ശേഷം വീണ്ടും ഒരു പൈപ്പ് വഴി വലിയൊരു സ്ഥലത്തേക്ക് വന്ന് വീഴുകയാണ്. നല്ല പച്ച കളറാണ്, കാരണം ഈ വേസ്റ്റൊക്കെ കൂടി ചേർന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ പച്ച കളർ. ആ പച്ച കളറും കടന്ന് ഇവിടെ നിന്ന് ചൂടാക്കി തുടങ്ങും. ഇവിടെ നിന്ന് ചൂടാക്കി കുറച്ച് വൃത്തിയാക്കിയതിന് ശേഷം തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറും. അവിടെ നന്നായി തിളയ്ക്കുന്നുണ്ട്, കുറച്ചുകൂടി ചൂടുണ്ട്. ആ തിളച്ച് കുറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തിളച്ച് കുറുകിയ ശേഷം അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മഞ്ഞ കാണാൻ പറ്റും, കാരണം കുറച്ചുകൂടി തിളച്ചിട്ടുണ്ട്. ആ തിളച്ച സത്ത കോരി ഈ രണ്ട് സ്ഥലത്തേക്ക് ഒഴിച്ച് അത് വീണ്ടും വീണ്ടും കുറുക്കിയെടുത്താണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത്. ഈ 250 ഗ്രാമിന് 50 രൂപയോളം വിലയാണ് ഈടാക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം പരിശോധിച്ചാൽ ഇവിടെ 12 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്ക് 17,000 രൂപ കൊടുക്കുന്നു എന്നാണ് ഇതിൻ്റെ നടത്തിപ്പുകാരൻ നമ്മളോട് പറഞ്ഞത്. अब छिंटा लगा इसमें भोजा तैयार। हाँ अब तैयार होगी, अब थोड़ी देर में। हाँ अब निकलने वाली हो रही। बस ये वहाँ से यहाँ से बनता है। हाँ अब यहाँ निकल जाएगा ये। ശർക്കരയുടെ വില അല്ലെങ്കിൽ ഈ തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധി എല്ലാം തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാവാറുണ്ട്. ഇത്തവണയും ചർച്ചയാവും. ഒരു കിൻഡലിന് 370 രൂപ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. അത് കൂട്ടണമെന്ന ആവശ്യമെല്ലാം ഉണ്ട്. ഒപ്പം തന്നെ ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന ആവശ്യമുണ്ട്. അതെല്ലാം തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകും. എന്തായാലും ഈ മേഖലയിലെ സമ്പദ് വ്യവസ്ഥയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട യൂണിറ്റുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ ശർക്കര നിർമ്മാണ യൂണിറ്റുകൾ. പടിഞ്ഞാറൻ യു പിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.